ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കാരണം എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, അവരൊക്കെ എന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റ്, അല്ലെങ്കിൽ എന്താണ്, നിങ്ങൾ ആരെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ കേൾക്കാറുണ്ട്. സോ ദിസ് ഇസ് മീ അലീഷ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ഓക്കെ, ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇക്ര ടണൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റർ മലപ്പുറമാണ്. സോ ഞാനിവിടെ 1.6 years ആയി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ആസ് എ സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റ് ആണ്. സോ എന്താണ് സ്പീച്ച് തെറപ്പി, അല്ലെങ്കിൽ എന്താണ് സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റ്? ഞാൻ പഠിച്ചിട്ടുള്ള കോഴ്സ് വരുന്നത് BASLP, ദാറ്റ് മീൻസ് ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജി. ഒരു 4 year കോഴ്സാണ്. അങ്ങനെ ഞാൻ കാസർഗോഡുള്ള മാധ്യമ കോളേജിലാണ് പഠിച്ചിട്ടുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഡയറക്റ്റ് ജോലി കയറിയത്. അപ്പോൾ സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ മൈൻഡിൽ വരുന്നത് ഓക്കെ, സംസാരിക്കാത്ത കുട്ടികളെ സംസാരിപ്പിക്കുന്നു എന്നുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത് പലരും സംസാരിച്ചിട്ടുള്ളത്. കാരണം എൻ്റെ പേരൻസിനെ, എൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ എന്താ പറയുക, എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട് അടുത്ത് എന്താണ് സ്പീച്ച് പെത്തോളജിസ്റ്റ്, എന്താണ് എൻ്റെ ജോലി, എന്താ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയുമ്പോൾ അവരുടെ അടുത്ത് ഞാൻ പറയുന്ന കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നു, നമ്മൾ കമ്മ്യൂണിക്കേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ അവർ തിരിച്ചു ചോദിക്കുന്നത് ഓക്കെ, അപ്പോൾ ഈ സംസാരിക്കാത്ത കുട്ടികളെ സംസാരിപ്പിക്കുന്നു എന്നാണോ ഉദ്ദേശിക്കുന്നത്? സോ അല്ല, നമ്മൾ ഒരു കുട്ടീനെ അല്ലെങ്കിൽ ഏതൊരു ഇൻഡിവിജ്വലായി കമ്മ്യൂണിക്കേഷൻ ഈസ് എ കീ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു അഡൽട്ട് പേഷ്യൻറ്റിന് സംസാരിക്കുന്ന ചിലപ്പം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റാത്തതിൻ്റെ ഫ്രസ്ട്രേഷനുകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ബിഹേവിയർ ഇഷ്യൂസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസ് എഫക്ട് ചെയ്യാം. സോ നമ്മളൊരു സംസാരിക്കുന്ന കുട്ടീനെ കമ്മ്യൂണിക്കേഷൻ ബെറ്ററായിട്ട്, അവരുടെ ലൈഫിനെ ബെറ്ററായിട്ട്, സോഷ്യലി അഡാപ്റ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. ഇപ്പോൾ മിനിമലി സ്പീക്കിംഗ് കേസ്, ഇപ്പോൾ ഒരു 3 year ആയിട്ടുള്ള കിട്ടി വന്നിട്ട് നമ്മളടുത്ത് പറഞ്ഞു, പാരൻറ്റിൻ്റെ കംപ്ലയിൻറ്റ് വാസ് ഓക്കെ, എൻ്റെ കുട്ടി ഇങ്ങനെ സംസാരിക്കുന്നില്ല, 1 wordലാണ് കമ്മ്യൂണിക്കേഷൻ. സോ 3 year എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഡെവലപ്മെൻറ്റ് ത്രൂ നോക്കുകയാണെങ്കിൽ ഒരു 2 to 3 words കൂട്ടിച്ചേർത്ത് ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഫ്രേസസിലൊക്കെ പറയേണ്ട പ്രായമാണ്. അപ്പോൾ ആ കുട്ടി ആ ഒരു സ്ഥലത്ത് 1 wordലാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. അപ്പോൾ നമ്മൾ ആ പാരൻറ്റിനടുത്ത് പറയുന്നത് വാസ് ഓക്കെ, നിങ്ങളുടെ കുട്ടിക്ക് ഒരു ഡിലേ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ ഹെൽപ്പ് ചെയ്യുന്നു. എന്നിട്ട് കുട്ടീനെ ആ കറക്റ്റ് ഏജിലേക്ക് നമ്മൾ എത്തിക്കാൻ നോക്കുന്നു. സോ നമ്മൾ ഒരിക്കലും ഒരു സംസാരിക്കാൻ പറ്റാത്ത കുട്ടീനെ സംസാരിപ്പിക്കും അല്ലെങ്കിൽ സംസാരിക്കണം എന്ന് നമ്മൾ ഒരിക്കലും കമ്പനിയില്ല. നമ്മൾ എപ്പോഴും ആ കുട്ടിക്ക് ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ, അതായത് നമ്മളെ ഈ അസിസ്റ്റീവ് ഡിവൈസസ് ഇപ്പോൾ ഭയങ്കര കൂടുതലായിട്ട് അവൈലബിൾ ആണ്. സോ AI യുഗമാണ് നമ്മൾ ജീവിക്കുന്നത്. സോ അങ്ങനത്തെ കാര്യത്തിലൂടെ അവരുടെ ഫ്രസ്ട്രേഷൻസും അവരുടെ കമ്മ്യൂണിക്കേഷനും ബെറ്റർ ആക്കാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റ് വർക്ക് ചെയ്യുന്നത്. സോ ചിൽഡ്രൻസിൽ മാത്രമല്ല നമ്മൾ വർക്ക് ചെയ്യുന്നത്, അഡൽട്ട് പോപ്പുലേഷൻസിൽ, പീഡിയാട്രിക് പോപ്പുലേഷൻസിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഈവൻ സ്ട്രോക്ക് വന്ന പേഷ്യൻസ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നമ്മൾ അവർക്ക് വേണ്ടിയുള്ള തെറപ്പീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ പീഡിയാട്രിക് തൊട്ടിട്ട് ജീരിയാട്രിക് പോപ്പുലേഷൻ വരെ നമ്മൾ സ്പീച്ച് തെറപ്പിസ്റ്റ് അല്ലെങ്കിൽ സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡിലേസ് തോന്നുകയാണെങ്കിൽ സോ ഒരു ഏർലി ഇൻ്റർവെൻഷൻ പ്രൊസീജിയേഴ്സിലൂടെ നിങ്ങളുടെ കുട്ടിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള റീഹാബിലിറ്റേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. സോ ആരെങ്കിലും നിങ്ങളുടെ ഏജിൽ ഡിഫിക്കൽട്ടീസ് ഉള്ളവർക്ക് അറിയുന്നവരുണ്ടെങ്കിൽ സോ എത്രയും പെട്ടെന്ന് അവരെ ഒരു റീഹാബിലിറ്റേഷൻ പ്രൊഫഷൻ, അതായത് RC രജിസ്റ്റേർഡ് സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റിൻ്റെ അണ്ടറിൽ തെറപ്പിക്കായിട്ട് കൊണ്ടുപോകുക. സോ അസസ്മെൻറ്റിലൂടെ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റൂ എന്തൊക്കെ ഡിലേസ് ഉണ്ടെന്നുള്ളതും അത് എന്തൊക്കെ പ്രിവെൻഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളത്. സോ ഇന്നത്തെ ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ, എൻ്റെ ഇൻഫോർമേറ്റീവ് ആയിരുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ, സബ്സ്ക്രൈബ് ടു. സോ അടുത്ത വീഡിയോസ് നമ്മൾ വേഗം കാണുന്നത് വരെ ഇറ്റ്സ് മീ അലീഷ സൈനിങ് ഓഫ്. ബൈ ഗൈസ്.